Audio Jungle. Audio Jungle. ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു റെസിപ്പി വീഡിയോ ആണ് കേട്ടോ. വേറൊന്നുമല്ല, പ്രോൺസ് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്, അതും കുക്കറിൽ. അപ്പോൾ ഇതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമ്മളൊരു 1/2 കിലോ പ്രോൺസ് നല്ല ക്ലീൻ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മളൊരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു ടീസ്പൂണോളം നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേറൊന്നുമല്ല, കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്, എരിവില്ലാത്തത്. അതേപോലെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ലാസ്റ്റ് നമ്മളൊരു പകുതി നാരങ്ങയുടെ നീര് പിഴിഞ്ഞ് അതും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൈ കൊണ്ടോ അല്ലെങ്കിൽ സ്പൂൺ കൊണ്ടോ നിങ്ങൾക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പം കൈ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ എന്നിട്ട് ഇതൊന്ന് കുറച്ച് നേരം മാരിനേറ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. നമുക്കൊരു 30 മിനിറ്റ്സ് എങ്കിലും മിനിമം വെക്കണം. 30 to 1 hour വെച്ചാലും നല്ലതാണ്. അപ്പം അങ്ങനെ അടുത്തതായിട്ട് നമ്മളൊരു 1.5 കപ്പ് അരി എടുക്കുന്നുണ്ട്. ഈ കാണുന്ന ആ കപ്പിൻ്റെ അളവിലാട്ടോ ഞാൻ അരി എടുത്തേക്കുന്നത്. അത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഒരു 20 മിനിറ്റോളം സോക്ക് ചെയ്യാൻ വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുക്കറിലാണല്ലോ ബിരിയാണി വെക്കാൻ ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് തന്നെ അടുപ്പ് കത്തിച്ച് കുക്കർ വെച്ച് അത് ചൂടായപ്പം 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. അതേപോലെ 1 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് ഞാൻ കുറച്ച് സവാള ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള, അത് നമുക്കിത് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ടാട്ടോ ഈ സവാള. അപ്പോൾ അത് നന്നായിട്ട് ഫ്രൈ ആവുന്ന വരെ വഴറ്റി കൊടുക്കുന്നുണ്ട്. ഈ ഒനിയൻ ഫ്രൈ ചെയ്യുന്നതിലേക്ക് ഞാൻ ഒരു പിഞ്ച് ഓഫ് ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇച്ചിരി പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതപ്പോൾ ക്രിസ്പി ആയിട്ട് വരും എന്ന് കേട്ടിട്ടുണ്ട്. അതേതോ ഒരു ചാനലിൽ ഞാൻ കണ്ടതാണ്. അപ്പം അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് പഞ്ചസാര കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്തതിന് ശേഷം ഞാൻ അതൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളിത് ഇനി ബിരിയാണി ഉണ്ടാക്കുമ്പം അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഞാൻ വേറൊരു പാൻ വെച്ചിട്ട് 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ അതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിരുന്ന പ്രോൺസ് അതിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാം. ഈ ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഒരുപാട് അങ്ങ് ഡീപ് ഫ്രൈ ചെയ്യരുത്, ഒരുപാട് വെന്തും പോകരുത്. അതായത് നല്ല ക്രിസ്പി ആവുന്ന വരെയൊന്നും ഫ്രൈ ചെയ്യല്ല. ഒരു മീഡിയം എന്താ പറയുക, ഒന്ന് കുക്കായാൽ മതി, അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ ആ ഒനിയൻ വറുത്ത എണ്ണയിലേക്ക് നമ്മൾ പിന്നെ ആഡ് ചെയ്യുന്നത് ഹോൾ സ്പൈസസ് ആണ്. അതായത് നമ്മുടെ മസാല, അതായത് ഗ്രാമ്പൂ, പട്ട, ഏലക്ക, അതേപോലെ തന്നെ സ്റ്റാർ അനൈസ്, പിന്നെ നമ്മുടെ ബേ ലീഫ്, ഇതെല്ലാം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് പിന്നെയും ഒരു ചെറിയ സവാള അരിഞ്ഞതും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു 4 പച്ചമുളക് 2ആയിട്ട് കീറി അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ആഡ് ചെയ്തേക്കുന്നത് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അതും ഒരു 1/2 ടീസ്പൂണോളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ പ്രോൺസ് ഒരു സൈഡ് ഓൾമോസ്റ്റ് വെന്തിട്ടുണ്ട്, കുക്കായിട്ടുണ്ട്, അത് ഞാൻ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ 1.5 കപ്പ് അരിയാണല്ലോ എടുത്തേക്കുന്നത്. ആ സെയിം കപ്പിൽ തന്നെ ഞാൻ 3 കപ്പ് വെള്ളം തിളപ്പിക്കാൻ വെക്കുന്നുണ്ട്. അപ്പം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടാട്ടോ വെക്കുന്നത്. ഞാൻ ഏകദേശം 1 ടീസ്പൂണോളം ഉപ്പ് അതിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ പ്രോൺസ് ആ നേരം കൊണ്ട് ഫ്രൈ ആക്കിയിട്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ സോട്ട് ചെയ്ത് വെച്ചിരുന്ന ആ ഒനിയനില്ലേ, വഴണ്ട് വെച്ചിരുന്ന ആ ഒനിയനിലേക്ക് ഞാൻ ഒരു 2 ടീസ്പൂണോളം ബിരിയാണി മസാല ആട്ടോ ചേർക്കുന്നത്. വേറെ മസാല ഒന്നും ചേർക്കണില്ല, മുളക് പൊടി, മല്ലിപ്പൊടി അങ്ങനത്തെ ഒന്നും ചേർക്കണില്ല. ഈ ഒരൊറ്റ മസാല മാത്രം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ഞാൻ നമ്മുടെ ഒരു മീഡിയം സൈസ് തക്കാളി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഈ തക്കാളി ഞാനൊന്ന് ഓവനിൽ വെച്ച് കുക്ക് ചെയ്തിട്ടാട്ടോ ആഡ് ചെയ്തത്, വേഗം ആവാൻ വേണ്ടിയിട്ടാട്ടോ അങ്ങനെ ചെയ്തത്. പിന്നെ നമ്മുടെ ഫ്രൈ ആയിരിക്കുന്ന പ്രോൺസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം വന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം യോഗേർട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ബിരിയാണിയൊക്കെ സാധാരണ ഉണ്ടാക്കുമ്പം യോഗേർട്ട് ആഡ് ചെയ്തിട്ടാണ് ഉണ്ടാക്കാറ്. അപ്പോൾ അതുകൊണ്ട് യോഗേർട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മല്ലിയിലയില്ലേ, അത് നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഒരു ചെറിയ കപ്പോളം മല്ലിയില ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും നന്നായിട്ട് മിക്സ് ചെയ്യുന്നു. ആൻഡ് അടുത്തതായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ഒനിയനാണ്. അത് കയ്യിൽ എടുത്തിട്ട് അത് നന്നായിട്ട് ക്രഷ് ചെയ്ത് ഒന്ന് പൊടിച്ചിട്ടാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ്.
നെക്സ്റ്റ് നമ്മൾ തിളപ്പിച്ച് വെച്ചിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ, ഒരു 3 കപ്പ് വെള്ളം ഉപ്പൊക്കെ ചേർത്ത് തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഫൈനലി നമ്മുടെ അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ അരി നന്നായിട്ട് ഡ്രെയിൻ ചെയ്ത വാട്ടർ എല്ലാം നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ ഉള്ള ആ വെള്ളം എല്ലാം നന്നായിട്ട് ഡ്രെയിൻ ചെയ്ത് കളഞ്ഞിട്ട് അരി മാത്രമായിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതൊന്ന് തിളച്ച് വരുന്ന ആ ഒരു പരുവത്തിൽ നമ്മുടെ കുക്കറിൻ്റെ അടപ്പ് അടച്ചിട്ട് നമ്മൾ ഇത് ഒരു വിസിൽ ആണ് കേട്ടോ കൊടുക്കുന്നത്. ആ ഒരു വിസിൽ വരുന്നവരെ കുക്ക് ചെയ്യണം. അപ്പം നിങ്ങളുടെ കുക്കറിൻ്റെ ഒരു ഇത് അനുസരിച്ചായിരിക്കും കേട്ടോ വിസിലിൻ്റെ എണ്ണം. അപ്പം എൻ്റെ ഈ ഒരു കുക്കറിൽ എനിക്ക് ഒരു വിസിൽ മതിയാവും, കാരണം അരിയൊക്കെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ പിന്നെ പ്രോൺസ് ഓൾറെഡി കുക്ക് ചെയ്തതുമാണ്. അപ്പം ഇത്രേ ഉള്ളൂ, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പം ബാക്കി വന്ന ആ ഫ്രൈഡ് ഓനിയൻസ് ഞാൻ അതിൻ്റെ മണ്ടയിൽ ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പം ഇത് എല്ലാവരും പ്രോൺസൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ സാലഡും അതേപോലെ വടകവും അതേപോലെ പിക്കിളും വെച്ചിട്ടാണ് ഇത് സെർവ് ചെയ്തത്. ഞാൻ പപ്പടം നോക്കിയിട്ട് കിട്ടിയില്ല, അതുകൊണ്ട് വടകം വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഫോളോ ഫോർ മോർ സച്ച് വീഡിയോസ്. ബൈ.